ടാക്സ് കൊടുക്കാതെ, ഫീസ് കൊടുക്കാതെ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഇങ്ങനെ ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭൂമി, വാഹനങ്ങൾ ഓടുന്നു. പെട്രോൾ വേണം, ഡീസൽ വേണം, ഗ്യാസ് വേണം, ഓയിൽ വേണം, ഗ്രീസ് വേണം. ഈ ഭൂമി അതിശക്തമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഹൈവേ നല്ല റോഡിൽ നിന്ന് നമ്മുടെ ഗ്രാമങ്ങളിലേക്കുള്ള റോഡിലേക്കാണ് കയറുമ്പോൾ വാഹനം കടകട കടകടാന്ന് പറയും അല്ലേ? എന്നാൽ ഈ ഭൂമി അതിശക്തമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറിൽ എത്ര വേഗതയാ, ദിവസം എത്ര വേഗതയാണ്? അങ്ങനെയല്ലേ വാച്ച് ഉണ്ടായത്? ഭൂമിയുടെ കറക്കം കൊണ്ടാണ് വാച്ച് ഉണ്ടായത്. ഭൂമിയുടെ കറക്കം കൊണ്ടാണ് ടൈം പീസ് ഉണ്ടായത്. ഭൂമിയുടെ കറക്കം കൊണ്ടാണ് ക്ലോക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായത് അല്ലേ? ഒരു കുലുക്കം അനുഭവപ്പെടുന്നുണ്ടോ? തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. വണ്ടി പോകുമ്പോൾ തൊട്ടടുത്ത് നമുക്ക് തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചം ഈ ഭൂമി അതിശക്തമായ വേഗതയിൽ കറങ്ങിയിട്ട് നമുക്ക് യാതൊരു തരിപ്പും അനുഭവപ്പെടുന്നില്ല. എങ്ങനെയാ ഭൂമി കറങ്ങുന്നത്? പമ്പരം കറങ്ങുന്ന പോലെയല്ല, പന്തുരുളുന്ന പോലെയാണ്. പമ്പരം കറങ്ങുമ്പോൾ ആണി അവിടെ തന്നെ നിന്ന് കറങ്ങുകയാണ്. പന്തുരുളുമ്പോഴോ സ്ഥലം മാറുന്നുണ്ട്, സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ വസ്തുക്കളും ഓരോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുകയാണ് ഖുർആനിൽ, എല്ലാം അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ അതിന്റെ അച്ചുതണ്ടത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഈ കറക്കത്തിന്റെ പിന്നിൽ ആരാണ്? ഇപ്പോൾ സമയം 5:30 തീരുമാനിച്ചത് ആരാണ്? നമ്മളാരെങ്കിലുമാണോ? അല്ല, പ്രപഞ്ചത്തിന്റെ കറക്കത്തിന്റെ ഭാഗമാണിത്. ടാക്സ് കൊടുക്കാതെ, ഫീസ് കൊടുക്കാതെ ഈ പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വായു ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിത്തിടാൻ നമുക്കറിയാം, വളം ചേർക്കാൻ നമുക്കറിയാം, ഭൂമി ഉഴുതുമറിക്കാൻ നമുക്കറിയാം, വെള്ളം പമ്പ് ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ വിത്ത് മുളപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാണോ? അള്ളാഹുവിന്റെ മറുപടി ഫാലിഖുൽ ഹബ്ബി വന്നവാ. വിത്തുകളെയും ധാന്യങ്ങളെയും മുളപ്പിക്കുന്നത് അവനാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക്, ഈ അള്ളാഹുവിലേക്ക്, ഈ സർവേശ്വരനിലേക്ക്, ഈ ഹിരണ്യഗർഭനിലേക്ക്, യഹോവയിലേക്ക്, പടച്ചവനിലേക്കാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിക്കുന്നത്. നമ്മളെ എല്ലാവരുടെയും ദൈവം ഒന്നാണ്. എങ്കിൽ അവനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥിക്കുവാനും അവനോട് ഇസ്തിഗാസ ചെയ്യുവാനും നമുക്ക് സാധിച്ചാൽ വർഗീയത ഇല്ലാതാകും, ജാതീയത ഇല്ലാതാകും, ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാകും. ആളുകൾ ബോംബ് വെച്ച് തകർക്കാനോ കല്ലെറിയാനോ വെടിവെക്കാനോ ഉള്ള മനുഷ്യന്റെ താല്പര്യങ്ങൾ ഇല്ലാതാകും. നമുക്കെല്ലാവർക്കും ഒരേ ദൈവവിശ്വാസമായാൽ ഇന്ത്യയുടെ നോവുന്ന പ്രശ്നങ്ങൾക്കുള്ള ലളിതമായ പരിഹാരമാണ് ഏകദൈവ വിശ്വാസം. സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, യാ യുഹന്നാസു, മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുവിൻ, അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ച, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച രക്ഷിതാവിനെ ആരാധിക്കുവിൻ. ആരെ ആരാധിക്കണം? രക്ഷകനെ ആരാധിക്കണം. ആരാണ് രക്ഷകൻ? ആരാണ് രക്ഷകൻ? നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാരാണ്? നമ്മളെ പടച്ചവനാരോ അവനാണ്. നമ്മളെ പടച്ചവനാരോ അവനാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മരക്ഷയ്ക്ക് വേണ്ടി ശത്രുക്കളുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉഹുദ് യുദ്ധത്തിന്റെ വേളയിൽ ഒരു ശത്രു കുഴിച്ച കുഴിയിൽ വീണുപോയി. ആ കുഴി മുഹമ്മദ് നബി കണ്ടില്ല. നല്ല മൂർച്ചയുള്ള കണ്ണാണ്, കണ്ടില്ല. എന്താ കാരണം? കുഴിയുടെ മുകളിൽ പുല്ല് വിതറിയിട്ടുണ്ട്. കുഴിയാണെന്ന് മനസ്സിലാവില്ല, ചതിക്കുഴിയാണ്. അതിൽ അദ്ദേഹം അവിടുന്ന് വീണുപോയി. അപ്പോൾ കപടവിശ്വാസികൾ പറഞ്ഞു വരത്തി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേട്ടപാതി ചില സുഹൃത്തുക്കൾ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് പടക്കളം വിട്ടോടി.
നമ്മുടെ മുഹമ്മദ് നബി മരിച്ചുപോയി, ഇനി എന്തിന് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് ഓടി. വളരെ പ്രയാസപ്പെട്ട് മുഹമ്മദ് നബി കിടങ്ങുന്ന എഴുന്നേറ്റ് വന്നു. ആ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ വിളിച്ചു, ഇതാ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ബഹളത്തിനിടയിൽ ആരും കേട്ടില്ല. ചങ്ങാതിമാരെ, ഇത് ചരിത്രത്തിലെ സംഭവമാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? എല്ലാം കേൾക്കാൻ പടച്ചവന് മാത്രമേ സാധിക്കൂ. എല്ലാം അറിയാൻ പടച്ചവന് മാത്രമേ സാധിക്കൂ. എല്ലാം കാണാൻ പടച്ചവന് മാത്രമേ സാധിക്കൂ. നമ്മളെ രക്ഷിക്കുവാൻ പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലായ്പ്പോഴും. ഇതാണ് വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ശബ്ദത്തിൽ ഈ അനുചരന്മാരെ വിളിച്ചിട്ട്, നബിയായ റസൂൽ വിളിച്ചിട്ട് ഔലിയാക്കന്മാരായ സഹാബിമാർ കേട്ടില്ല. എങ്കിൽ വെളുമ്പത്ത് മക്കാമിൽ മറമാടപ്പെട്ട മരിച്ചുപോയ ആൾ കേൾക്കുമോ? കേൾക്കുമോ? ചോദ്യം അതാണ്. അള്ളാഹു പറയുന്നു, ഇൻതദ്ഊഹും, സൂറത്ത് ഫാത്തിറിലെ 14-15 വചനങ്ങൾ. ഇൻതദ്ഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഊ മസ്തജാബൂ ലക്കും, കേട്ടാലും ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യനാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ, ബഹുദൈവത്വത്തെ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചതിനെ അവർ തള്ളിപ്പറയും. ഏയ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ ലോകം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഉപരിലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്, ഉടലോടെ ഉപരിലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവിടുന്ന് കേൾക്കുന്നേയില്ല. ലോകത്തെമ്പാടും ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് കർത്താവേ എന്ന് യേശുവിനെ വിളിച്ചിട്ട് അദ്ദേഹം അറിയുന്നേയില്ല. പിന്നെ മരിച്ചുപോയൊരു കാര്യം പറയാനുണ്ടോ? എന്തോഹം, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഊ മസ്തജാബൂ ലക്കും, കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. ഇതാണ് പടച്ചവൻ പറയുന്നത്. അതുകൊണ്ട് പടച്ചവൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ. ഇതാ റമളാൻ വരികയാണ്. റമളാനിലെ പരിശുദ്ധമായ നോമ്പ് വരികയാണ്. ആ നോമ്പിനെ കുറിച്ച് പടച്ചവൻ സൂറത്ത് ബഖറയിലെ 183, 184, 185, 186, 187 വചനങ്ങളിൽ പറയുന്നുണ്ട്. നോമ്പെടുക്കണം. ഒരു മാസക്കാലത്ത് നിർബന്ധമായ നോമ്പെടുക്കണം. അത് ഭയഭക്തി ഉണ്ടാക്കുവാനുള്ള മാർഗമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. രോഗികളും യാത്രക്കാരും പിന്നീട് നോമ്പ് നോറ്റുവിട്ടണം. നോമ്പ് നിൽക്കാൻ വളരെ വളരെ പ്രയാസമാണെങ്കിൽ അവർ പ്രായശ്ചിത്തം കൊടുക്കണം എന്നൊക്കെ പറയുന്നു. 183, 184, 185, 187 വചനങ്ങളിൽ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. 186-ാമത്തെ വചനം ദൈവവിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി താങ്കളോട് ചോദിച്ചാൽ ഞാനിതാ സമീപസ്ഥനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന